ഈസ്റ്റിലെ പുതിയ രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾ, അമേരിക്കയിൽ വലിയ ചർച്ചയായ ഒരു നിയമവിവാദം, ലോകകപ്പ് ഫൈനലിന് ശേഷമുള്ള അർജന്റീനയിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ, അന്താരാഷ്ട്ര സാമ്പത്തിക തർക്കങ്ങൾ മുതൽ കളിക്കളത്തിലെ വീറും വാശിയും വരെ നീളുന്ന സുപ്രധാന വാർത്തകളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. വെൽക്കം ടു ലോക. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് അമേരിക്കയും കാനഡയും. വർഷങ്ങളായിട്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്ത ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വീണ്ടും വലിയ ട്രേഡ് വാർ തുടങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. ചില കനേഡിയൻ പ്രൊഡക്ട്സിന് നേരിട്ട് 50% ടാരിഫ്. വൈൻ മുതൽ ഹോക്കി സ്റ്റിക്ക് വരെ, സിമന്റ് മുതൽ പല ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം? ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? കാനഡയുടെ മറുപടി എന്താകും? ലോക സമ്പദ് വ്യവസ്ഥയെ ഇത് എങ്ങനെ ബാധിക്കും? വിശദമായിട്ട് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ട്രേഡ് വാറിന്റെ ഗിയർ മാറ്റിയിരിക്കുകയാണ്. ഇത്തവണ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയെയോ യൂറോപ്പിനെയോ അല്ല, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായ കാനഡയാണ്. ട്രംപ് പ്രഖ്യാപിച്ച പുതിയ തീരുമാനം അനുസരിച്ച് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക താരിഫ് ഏർപ്പെടുത്തും. ഈ പുതിയ താരിഫ് ബാധിക്കുന്നത് ഏകദേശം $20 ബില്യൺ കനേഡിയൻ എക്സ്പോർട്സിനെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വാർത്തയായത് കനേഡിയൻ വൈൻ, ഹോക്കി സ്റ്റിക്സ്, സിമന്റ് കൂടാതെ മറ്റു പല നിർമ്മാണ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ. കാനഡയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഈ ഒരു താരിഫ് ബാധകമല്ല. എനർജി പ്രോഡക്ട്സ്, പൊട്ടാഷ്, ക്രിട്ടിക്കൽ മിനറൽസ്, ഫിഷ്, മത്സ്യം പോലെയുള്ള പ്രധാന ഉൽപ്പന്നങ്ങളെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ രസകരമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ, അമേരിക്കയും കാനഡയും മെക്സിക്കോയും തമ്മിലുള്ള CUSMA അല്ലെങ്കിൽ USMCA എന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിലുണ്ട്. സാധാരണ ഇത്തരം കരാറുകളുള്ള രാജ്യങ്ങൾക്ക് ടാരിഫുകളിൽ ഇളവുകൾ കിട്ടാറുണ്ട്. എന്നാൽ ഇത്തവണ ഈ 50% ടാരിഫിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉള്ള സാധനങ്ങൾക്കും ഒരു എക്സംഷനും ഇല്ല എന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ എന്തിനാണ് ഈ ഒരു നടപടി? ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: കാനഡ അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് വിവേചനം കാണിക്കുന്നു, പ്രത്യേകിച്ച് അമേരിക്കൻ കാഴ്സിന് നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ലിക്കർ പല കനേഡിയൻ പ്രൊവിൻസസിലും ഒഴിവാക്കുന്ന നടപടികൾ. കഴിഞ്ഞ വർഷം അമേരിക്ക ടാരിഫ് ചുമത്തിയപ്പോൾ പകരം വീട്ടാൻ കാനഡയിലെ പല പ്രൊവിൻസുകളും, പ്രത്യേകിച്ച് ഒന്റാറിയോ, ക്യൂബെക് പോലെയുള്ളവ അമേരിക്കൻ മദ്യം വിൽക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തിവെച്ചു. ഇതിന്റെ ഫലമായിട്ട് കാനഡയിലേക്കുള്ള US ആൽക്കഹോൾ കയറ്റുമതി 81% കുറവാണ് ഉണ്ടായത്. ഏകദേശം $718 മില്യൺ നിന്ന് വെറും $137 മില്യൺ ആയിട്ട് അമേരിക്കൻ മദ്യക്കച്ചവടം തകർന്നു. ട്രംപിനെയും റിപ്പബ്ലിക്കൻ നേതാക്കളെയും ഇത് വല്ലാതെ ചൊടിപ്പിച്ചു. ഇനി ചില ഓട്ടോ ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് അമേരിക്കൻ കമ്പനികളെ കാനഡയിൽ തന്നെ നിക്ഷേപിക്കാൻ നിർബന്ധിതരാക്കുന്നുവെന്ന ആരോപണം. ഇവയ്ക്കുള്ള മറുപടിയായിട്ടാണ് പുതിയ താരിഫ് എന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത്. ഇതോടെ അമേരിക്ക കാനഡ ട്രേഡ് വാർ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ട്രംപ് ഈ ഒരു ടാരിഫ് നടപ്പാക്കാൻ ഉപയോഗിക്കുന്നത് സെക്ഷൻ 338 ഓഫ് ദി താരിഫ് ആക്ട് ഓഫ് 1930 എന്ന വളരെ അപൂർവമായി മാത്രം ഉപയോഗിക്കപ്പെടുന്ന നിയമമാണ്. ഇത് മുമ്പ് വളരെ കുറച്ചു തവണ മാത്രമാണ് പ്രായോഗികമായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമപരമായ വെല്ലുവിളികൾ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കാരണം ഈ വർഷം ആദ്യം ട്രംപിന്റെ ചില വ്യാപക താരിഫ് നടപടികൾക്ക് അമേരിക്കൻ സുപ്രീം കോടതി തിരിച്ചടി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ നിയമവ്യവസ്ഥ ഉപയോഗിച്ച് വീണ്ടും താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനിടെ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ശക്തമായി പ്രതികരിച്ചു. ഈ തീരുമാനം USMCA ട്രേഡ് എഗ്രിമെന്റിന്റെ ആത്മാവിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് കാനഡയുടെ ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ കാനഡയ്ക്കുള്ളിൽ മറ്റൊരു വികാരവും ശക്തമാവുകയാണ്: ബൈ കാനഡ, അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ക്യാമ്പയിൻ. ഇത് ഇതിനകം തന്നെ പല മേഖലകളിലും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഈ പുതിയ താരിഫ് വന്നതോടെ കൂടുതൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും ഉയരുകയാണ്. ഇതിനൊപ്പം മറ്റൊരു വിവാദ പരാമർശവും ട്രംപ് നടത്തിയിട്ടുണ്ട്. കാനഡയിൽ നിന്നുള്ള വൈൽഡ് ഫയറിന്റെ പുക, ആ സ്മോക്ക് അമേരിക്കയെ ബാധിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം വിമർശിച്ചു. അതുപോലും ഭാവിയിൽ ട്രേഡ് നടപടികളുമായി ബന്ധിപ്പിക്കാമെന്ന സൂചന ട്രംപ് നൽകിയിട്ടുണ്ട്. എന്നാൽ കാനഡ ഈ ആരോപണം തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതിന്റെ സാമ്പത്തിക ആഘാതം എത്രത്തോളം ആയിരിക്കുമെന്നുള്ളതാണ്. അമേരിക്കയും കാനഡയും ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സിലൊന്നാണ്. ഓരോ ദിവസവും കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും നടത്തുന്നത്. ഇത്തരമൊരു താരിഫ് സപ്ലൈ ചെയിനെ ബാധിക്കും, വില വർദ്ധിപ്പിക്കും, ചില മേഖലകളിൽ ഇൻഫ്ലേഷൻ കൂട്ടാനും സാധ്യതയുണ്ട്. വൈൻ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ സെക്ടർ, സ്പോർട്സ് ഗുഡ്സ് മാർക്കറ്റ് ഇവയ്ക്ക് നേരിട്ടുള്ള ആഘാതം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം ഈ താരിഫ് ഉടൻ പ്രാബല്യത്തിൽ വരില്ല. പ്രഖ്യാപനത്തിന് ശേഷം 30 ദിവസത്തിന് ശേഷമാണ് ഇത് നിലവിൽ വരുന്നത്.
അതായത് ഓഗസ്റ്റ് 19 മുതലായിരിക്കും ഈ 50% നികുതി നിലവിൽ വരിക. അതിനിടെ ഇരു രാജ്യങ്ങളും വീണ്ടും ചർച്ചകൾ നടത്താനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. അതേസമയം കാനഡയിലെ ശക്തനായ നേതാവും ഒന്റാരിയോ പ്രീമിയറുമായ ഡോ ഫോർഡ് കടുത്ത ഭാഷയിലാണ് മുന്നറിയിപ്പ് നൽകിയത്. ഡോളർ ഫോർ ഡോളർ, ടാരിഫ് ഫോർ ടാരിഫ്. അമേരിക്ക ഈ ടാരിഫുമായി മുന്നോട്ട് പോയാൽ കാനഡ ഡോളറിന് ഡോളർ വെച്ച് തിരിച്ചടിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയിലെയും കാനഡയിലെയും സാധാരണക്കാരെ ആയിരിക്കും ഇത് ബാധിക്കുക എന്നാണ്. 50% ടാരിഫ് വന്നാൽ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ കൂടും, ഇൻഫ്ലേഷൻ വർദ്ധിക്കും. അമേരിക്കൻ കമ്പനികൾക്കും സ്പോർട്സ് മാർക്കറ്റിനും വരെ ഇത് തിരിച്ചടിയാകും. ഇപ്പോൾ ലഭ്യമായ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ട്രംപ് ഭരണകൂടം ഈ താരിഫ് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാനഡ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പുതിയ വ്യാപാര കരാറിലോ ഒത്തുതീർപ്പിലോ എത്താനായിട്ടില്ല. അടുത്ത ഏതാനും ആഴ്ചകളിലെ ചർച്ചകളാണ് ഈ ഒരു ട്രേഡ് വാർ കൂടുതൽ രൂക്ഷമാകുമോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലേക്ക് പോകുമോ എന്ന് നിർണ്ണയിക്കുന്നത്. അമേരിക്കയും കാനഡയും തമ്മിലുള്ള ഈ പുതിയ ട്രേഡ് വാർ രണ്ട് രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഗ്ലോബൽ സപ്ലൈ ചെയിൻ, ഗ്ലോബൽ ഇക്കണോമി, കൺസ്യൂമർ പ്രൈസസ് എന്നിവയെല്ലാം ഇതിന്റെ ആഘാതം അനുഭവപ്പെടാം. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും സംസാരിച്ച് പ്രശ്നം തീർക്കുമോ അല്ലെങ്കിൽ ഇത് കൂടുതൽ വലിയ സാമ്പത്തിക യുദ്ധമായിട്ട് മാറുമോ? അതാണ് ഇനി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. റഷ്യയുടെ ആക്രമണം അവസാനിക്കാതെ തുടരുന്നു. ദിവസേന മിസൈൽ ആക്രമണങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ നാശവും വർദ്ധിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ആക്രമണങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ സാമ്പത്തികമായിട്ട് തകർന്നടിയാതെ യുക്രൈനെ താങ്ങി നിർത്താൻ IMF വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം 3ാം വർഷവും കടന്ന് തുടരുകയാണ്. യുദ്ധം കാരണം റോഡുകളും വൈദ്യുതി സംവിധാനങ്ങളും വ്യവസായങ്ങളും തുടർച്ചയായി ആക്രമിക്കപ്പെടുകയാണ്. എന്നിരുന്നാലും യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് സർക്കാർ. അതിനിടയിലാണ് ഒരു വലിയ വാർത്ത, ഒരു ആശ്വാസ വാർത്ത വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF യുക്രൈന് $690 മില്യൺ, അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 5700 കോടിയിലധികം വരുന്ന പുതിയ ലോൺ അനുവദിച്ചു. ഈ തുക ലഭിക്കാൻ മുമ്പ് IMF യുക്രൈന്റെ സാമ്പത്തിക പ്രകടനം എങ്ങനെയാണ് റിവ്യൂ ചെയ്തത്? യുദ്ധത്തിനിടയിലും യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ പിടിച്ചു നിന്നു? IMF എന്തൊക്കെയാണ് പരിശോധിച്ചത്? ഏത് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി? എവിടെയാണ് യുക്രൈന് പിഴച്ചത്? ഇനി ഈ പണം എങ്ങനെ ഉപയോഗിക്കും? എന്നാൽ ഇതിനോടൊപ്പം IMF മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധനകളും വാർണിംഗ് സിഗ്നലുകളും എന്തൊക്കെയാണ്? ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റോറി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ ഫണ്ടിങ്ങിന്റെ കൃത്യമായ കണക്കുകൾ നോക്കാം. മൊത്തം വായ്പാ പാക്കേജ് $8.1 ബില്യൺ എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി EFF പ്രോഗ്രാമാണ് യുക്രൈനായിട്ട് IMF ഒരുക്കിയിരിക്കുന്നത്. പുതിയ ഗ്രാൻഡ് അല്ലെങ്കിൽ റിലീസ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ റിവ്യൂ വഴി $690 മില്യൺ, അതായത് 503 മില്യൺ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് യുക്രൈന് ഉടനടി ലഭ്യമാകും. ഇതുവരെ ലഭിച്ചത് എന്ന് പറയുന്നത് ഈ പുതിയ തുക കൂടി എത്തുന്നതോടെ ഈ പദ്ധതിക്ക് കീഴിൽ IMF യുക്രൈന് നൽകിയ ആകെ സഹായം എന്ന് പറയുന്നത് $2.2 ബില്യൺ കവിയും. ഇത്രയും വലിയ യുദ്ധ പ്രതിസന്ധിയിലും മാക്രോ ഇക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്താൻ യുക്രൈന് കഴിഞ്ഞു എന്നാണ് IMF നൽകുന്ന സർട്ടിഫിക്കറ്റ്. പക്ഷേ കാര്യങ്ങൾ അത്ര സുന്ദരമല്ല. കാര്യങ്ങൾ സാറ്റിസ്ഫാക്ടറി, തൃപ്തികരമാണെന്ന് IMF പറയുന്നുണ്ടെങ്കിലും യുക്രൈന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഊർജ്ജ മേഖലയിലെ തകർച്ച. റഷ്യൻ ആക്രമണം കാരണം യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങളും പ്രധാന ഇൻഫ്രാസ്ട്രക്ചറുകളും വൻതോതിൽ തകർന്നു. ഇത് യുക്രൈന്റെ സാമ്പത്തിക വളർച്ചയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ പ്രത്യാഘാതം. മറ്റൊരു പ്രധാന കാര്യം ഇതുതന്നെയാണ്. മിഡിൽ ഈസ്റ്റിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യങ്ങളും ആഗോള വിപണിയിലെ വ്യതിയാനങ്ങളുമാണ്. ഇതിന്റെ ആഘാതം കാരണം യുക്രൈന് തങ്ങളുടെ നെറ്റ് ഇന്റർനാഷണൽ റിസർവ്സ് ലക്ഷ്യം കൃത്യമായിട്ട് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാർച്ച് വരെയുള്ള ടാർഗറ്റുകൾ യുക്രൈൻ പാലിച്ചെങ്കിലും ജൂൺ മാസത്തെ ചില ലക്ഷ്യങ്ങളിൽ പാളിച്ച പറ്റി. എന്നിരുന്നാലും ആഗോള സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പുള്ളതിനാൽ IMF തുക അനുവദിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, വെറുതെ അങ്ങനെ പണം തരില്ല, പരിഷ്കാരങ്ങൾ വേണം എന്നാണ് IMF നിലപാട്. സ്ട്രക്ചറൽ ബെഞ്ച് മാർക്കുകളിൽ ചിലത് പൂർത്തിയാക്കാൻ യുക്രൈൻ വൈകിയതുകൊണ്ട് റീഫോം ടൈം ലൈൻ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. IMF മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഡിമാൻഡുകൾ ഇവയാണ്. ഒന്ന്, നികുതി ചോർച്ച തടയൽ. ചെറിയ പാക്കറ്റുകളിൽ യുക്രൈനിലേക്ക് വരുന്ന പാഴ്സലുകൾക്കുള്ള കസ്റ്റംസ് വാറ്റ് ഒഴിവാക്കൽ നിർത്തലാക്കണം. അതുപോലെ അന്താരാഷ്ട്ര ട്രാൻസ്ഫർ പ്രൈസിംഗ് വിടവുകൾ അടച്ച് വൻകിട കമ്പനികൾ നികുതി വെട്ടിക്കുന്നത് തടയണം. ഇനി ഓർഗനൈസേഷൻ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രെങ്തനിങ്. കസ്റ്റംസ് സർവീസിനെയും ഇക്കണോമിക് സെക്യൂരിറ്റി ബ്യൂറോയെയും അഴിമതി മുക്തവും അതുപോലെ സുതാര്യവുമാക്കണം. ഇനി കറന്റ് ആൻഡ് എനർജി താരിഫ് വർധനവ്. നിലവിൽ യുക്രൈൻ നൽകുന്ന സബ്സിഡികളും യൂട്ടിലിറ്റി താരിഫുകളും ഊർജ്ജ കമ്പനികളുടെ സാമ്പത്തിക ഭദ്രതയെ തകർത്തിരിക്കുകയാണ്. ഇനി ജനങ്ങൾക്ക് നൽകുന്ന കറണ്ട് അടക്കമുള്ള സേവനങ്ങളുടെ ചാർജ് ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിക്കണം. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സോഷ്യൽ പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് ഊർജ്ജ വിപണി ലിബറലൈസ് ചെയ്യാനാണ് ഡിമാൻഡ്.
IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. അവരുടെ വാക്കുകളിൽ യുദ്ധത്തിന്റെ അതിരൂക്ഷമായ പ്രഹരങ്ങൾക്കിടയിലും യുക്രൈൻ കാണിക്കുന്ന പ്രതിരോധം പ്രശംസനീയമാണ്. എന്നാൽ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കണം. പ്രതിരോധത്തിനും പുനർനിർമ്മാണത്തിനുമായിട്ട് വരും വർഷങ്ങളിൽ ഭീമമായ തുക വേണ്ടി വരുമെന്നതിനാൽ ആഭ്യന്തരമായിട്ട് നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും ബാങ്കിംഗ് സെക്ടറിനെ സുരക്ഷിതമാക്കുകയും വേണം. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര സഹായം പെയ്യുന്നുണ്ടെങ്കിലും സ്വന്തം നികുതി പിരിവ് കൂട്ടാതെ യുക്രൈന് മുന്നോട്ട് പോകാനാകില്ല എന്ന് വ്യക്തം. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് IMF എക്സിക്യൂട്ടീവ് ബോർഡ് ഔദ്യോഗികമായി റിവ്യൂ പൂർത്തിയാക്കി $690 മില്യൺ ലോൺ തുക അംഗീകരിച്ചിട്ടുണ്ട്. ഇതോടെ യുക്രൈന് ഈ തുക ഉടൻ ലഭ്യമാകും. അതേസമയം IMF യുദ്ധ സാഹചര്യം കൂടുതൽ വഷളാകാനും റീഫോം പുരോഗതി വീണ്ടും മന്ദഗതിയിലാകാനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും ആവർത്തിച്ചിട്ടുണ്ട്. റഷ്യയുടെ ആക്രമണങ്ങൾ തുടരുമ്പോഴും യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥ തകരാതെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിന് IMF വീണ്ടും വലിയ സാമ്പത്തിക പിന്തുണ നൽകിയിരിക്കുകയാണ്. പക്ഷേ ഈ ലോണിനൊപ്പം കർശനമായ റീഫോം നിബന്ധനകളും തുടരുന്നു. ഇനി ചോദ്യം ഒന്നു മാത്രം, യുദ്ധം തുടരുന്നതിനിടയിൽ ഈ സാമ്പത്തിക സഹായം യുക്രൈന് ദീർഘകാല സ്ഥിരത നൽകുമോ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആഘാതം വീണ്ടും എല്ലാ കണക്കുകൂട്ടലുകളും മാറ്റിമറിക്കുമോ? അതാണ് ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധകളത്തിൽ റഷ്യൻ മിസൈലുകളെ ചെറുക്കുന്നതിനേക്കാൾ വലിയ പോരാട്ടമാണ് യുക്രൈൻ സാമ്പത്തിക രംഗത്ത് നടത്തുന്നത്. IMF നൽകുന്ന ഈ $690 മില്യൺ താൽക്കാലികമായി അവർക്ക് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ കറന്റ് ചാർജും നികുതിയും കൂട്ടേണ്ടി വരുമ്പോൾ അത് സാധാരണ യുക്രൈൻ ജനതയ്ക്ക് സൃഷ്ടിക്കുന്ന ഭാരം ചെറുതായിരിക്കില്ല. ഒരു വശത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക പോരാട്ടം തുടർച്ചയായ 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്ന പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഇനി ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, ഇപ്പോൾ യമനിലെ ഹൂതി വിമതരും നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. US സൈന്യത്തിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണങ്ങൾക്കിടയിൽ ഏറ്റുമുട്ടലിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് പെന്റഗൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിലും വലിയ പ്രഹരമായി യമനിലെ ഹൂതി വിമതർ ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് മേലൊരു മാരിടൈം ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് നിലവിൽ ഇറാന്റെ നിരീക്ഷണത്തിലായിരിക്കെ ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടമായ ലോകത്തിലെ ഏറ്റവും നിർണായകമായ കടൽപാതകളിൽ ഒന്നായ ബാബൽ മന്ദബ് സ്ട്രേറ്റ്, ഇതിലാണ് ഈ ഒരു ഭീഷണി. ഈ ഒരു പ്രഖ്യാപനം യാഥാർത്ഥ്യമായാൽ എണ്ണവില മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി വരെ വലിയ ആഘാതമുണ്ടാകും. എന്താണ് ഹൂതികളുടെ ലക്ഷ്യം? സൗദിയുടെ മറുപടി എന്താണ്? ലോകം എന്തുകൊണ്ടാണ് ഇതിനെ ഇത്രയും ഗൗരവമായിട്ട് കാണുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങളോടെ വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ US ഇറാൻ പോരാട്ടത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിക്കാം. തുടർച്ചയായ എയർ സ്ട്രൈക്കുകൾ, ഇറാന്റെ കമാൻഡ് സെന്ററുകൾ, ഡ്രോൺ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റംസ് എന്നിവ തകർക്കാനായിട്ട് അമേരിക്ക എയർ അറ്റാക്കുകൾ വ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ജോർദാനിലെയും ഇറാഖിലെയും US താവളങ്ങളിൽ വെച്ച് ചില അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് പെന്റഗൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അടുത്തത് ട്രംപിന്റെ മുന്നറിയിപ്പാണ്. പുതിയ അപ്ഡേറ്റ്: കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് ഇറാൻ വൻ വില നൽകേണ്ടി വരും എന്നാണ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തൊട്ടടുത്തുള്ള കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട്. അതായത് പോരാട്ടം പതുക്കെ കുറയുകയല്ല, മറിച്ച് കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇനി ഈ ഒരു യുദ്ധത്തിലെ ഏറ്റവും അപകടകരമായ വഴിത്തിരിവിലേക്ക് വരാം. യമനിലെ ഇറാൻ അനുകൂല ഹൂതി ഗ്രൂപ്പ് തങ്ങളുടെ ശത്രു രാജ്യമായ സൗദി അറേബ്യയ്ക്ക് മേൽ നാവിക വിലക്ക് അല്ലെങ്കിൽ മാരിടൈം എംബാർഗോ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ഈ വിവരം അറിയിച്ചത്. കണ്ണിന് പകരം കണ്ണ് എന്ന നയമാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. എന്തുകൊണ്ട് ഹൂതികൾ ഇപ്പോൾ സൗദിയെ ലക്ഷ്യമിടുന്നു? ഒന്ന്, സന എയർപോർട്ട് തർക്കം. കഴിഞ്ഞ ആഴ്ച യമനിലെ സന എയർപോർട്ടിന് നേരെ സൗദി സഖ്യസേന നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായിട്ടാണ് ഈ നീക്കമെന്നാണ് ഹൂതികളുടെ വാദം. 2, ബാബൽ മന്ദബ് കടലിടുക്ക് പൂട്ടിയിടൽ. ഹൂതികൾ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങൾക്ക് ചേർന്നാണ് ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന ബാബൽ മന്ദബ് ജലപാത സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മിസൈലുകളും ഡ്രോണുകളും വിന്യസിച്ച് സൗദി തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെയും എണ്ണ ടാങ്കറുകളെയും തടയുമെന്നാണ് ഭീഷണി. മൂന്നാമത്തേത്, സൗദിയുടെ ലൈഫ് ലൈൻ മുറിക്കൽ. ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെട്ടതോടെ സൗദി അറേബ്യ തങ്ങളുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ വഴി ചെങ്കടലിലെ റെഡ് സീ പോർട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് എണ്ണ കയറ്റുമതി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിനാണ് ഹൂതികൾ ഇപ്പോൾ വലിയൊരു തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പുതിയ നാവിക ഉപരോധം ആഗോളതലത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ് എന്നറിയാമോ? 7% എണ്ണ വിതരണം തടസ്സപ്പെടും. ലോകത്തെ ആകെ ക്രൂഡ് ഓയിൽ സപ്ലൈയുടെ 7% ഒഴുകുന്നത് ബാബൽ മന്ദബ് പാതയിലൂടെയാണ്. ഹോർമുസ് കടലിടുക്കും കൂടി അടഞ്ഞ അവസ്ഥയിലായതിനാൽ ലോകത്തെ പ്രധാനപ്പെട്ട 2 എണ്ണ കയറ്റുമതി റൂട്ടുകളും ഒരേ സമയം പ്രതിസന്ധിയിലാവുകയാണ്. ഇനി ഇൻഷുറൻസ് നിരക്കും ചരക്കുകൂലിയും കൂടും. ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുത്തനെ ഉയർന്നു കഴിഞ്ഞു. കപ്പലുകൾ ആഫ്രിക്ക ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നാൽ ചരക്ക് നീക്കം ആഴ്ചകളോളം വൈകും.
അടുത്തത് സൗദി സഖ്യസേനയുടെ പ്രതികരണമാണ്. ഹൂതികളുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ തങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നും ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഏതൊരു നീക്കം ഉണ്ടായാലും ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നും സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അണിയറയിൽ ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ വഴി നയതന്ത്ര ചർച്ചകൾക്കുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഹൂതികളുടെ സൗദി നേവൽ ബ്ലോക്കേഡ് പ്രഖ്യാപനം നിലനിൽക്കുന്നു. സൗദി അറേബ്യ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. റെഡ് സീ വഴി പോകുന്ന കപ്പലുകൾക്ക് വാർ റിസ്ക് ഇൻഷുറൻസ് ചെലവ് ഉയർന്നിട്ടുണ്ട്. ഷിപ്പിംഗ് കമ്പനികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അതേസമയം അമേരിക്ക ഇറാൻ സംഘർഷം കുറയ്ക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ ഔദ്യോഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഹൂതികളുടെ ഈ പ്രഖ്യാപനം വെറും ഒരു സൈനിക ഭീഷണി മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ വ്യാപാര പാതകളിലൊന്നിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന നീക്കമാണ്. ബാബൽ മന്ദബിൽ അനിശ്ചിതത്വം കൂടിയാൽ എണ്ണവില, ചരക്ക് ഗതാഗതം, ഇൻഷുറൻസ് ചെലവ്, ഒടുവിൽ സാധാരണ ജനങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ വില വരെ അതിന്റെ ആഘാതമെത്താം. ഇനി നിർണായകമായ ചോദ്യം ഒന്ന് മാത്രം: ഈ ഒരു പ്രതിസന്ധി നയതന്ത്ര ചർച്ചകളിലൂടെ അവസാനിക്കുമോ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു പുതിയ യുദ്ധമുഖം കൂടി തുറക്കുമോ? അതാണ് ഇപ്പോൾ ലോകം മുഴുവൻ നോക്കുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും യുദ്ധക്കളത്തിലും വൻ അലയടികൾ സൃഷ്ടിച്ചുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഹമാസിന്റെ മുൻ അധിപൻ യഹ്യ സിൻവർ വധിക്കപ്പെട്ട് ഏകദേശം 2 വർഷത്തോളമാകുമ്പോൾ സംഘടനയ്ക്ക് പുതിയൊരു പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹമാസിന്റെ ചീഫ് നെഗോഷിയേറ്ററും പൊളിറ്റിക്കൽ ബ്യൂറോയിലെ മുതിർന്ന അംഗവുമായ ഖലീൽ അൽ ഹയ ആണ് ഹമാസിന്റെ പുതിയ പൊളിറ്റിക്കൽ ചീഫ്. ഖാലിദ് മഷാൽ അടക്കമുള്ള നേതാക്കളെ പിന്നിലാക്കിയാണ് 66-കാരനായ ഹയ ഈ പദവിയിലേക്ക് എത്തുന്നത്. ഇസ്രായേലിന്റെ മാരകമായ വ്യോമാക്രമണങ്ങളിൽ നിന്ന് പലതവണ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വ്യക്തി, സ്വന്തം കുടുംബത്തിലെ നിരവധി ആളുകളെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട നേതാവ്. ഹമാസിന്റെ ഈ പുതിയ അധിപൻ ആരാണ്? അദ്ദേഹത്തിന്റെ വരവ് യുദ്ധത്തിന്റെയും വെടിനിർത്തൽ ചർച്ചകളുടെയും ഗതി എങ്ങനെ മാറ്റും? പരിശോധിക്കാം. സംഭവം കൃത്യമായിട്ട് മനസ്സിലാക്കാം. 2024 ജൂലൈയിൽ ഇസ്മായിൽ ഹനിയയും ഒക്ടോബറിൽ യഹ്യ സിൻവറും കൊല്ലപ്പെട്ടതിനു ശേഷം ഹമാസിന് ഒരു ഏകീകൃത നേതാവ് ഉണ്ടായിരുന്നില്ല. പകരം ഒരു 5-അംഗ ലീഡർഷിപ്പ് കൗൺസിലാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ മാസങ്ങൾ നീണ്ട ഇന്റേണൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ, അതായത് ഇന്റേണൽ ഷൂറ കൺസൾട്ടേറ്റീവ് പ്രോസസ്, ഇതിനു ശേഷമാണ് ഇപ്പോൾ ഹയയെ പുതിയ മേധാവിയായിട്ട് തിരഞ്ഞെടുത്തത്. പോരാട്ടം കഠിനമേറിയതായിരുന്നു ശരിക്കും. ഹമാസിന്റെ വിദേശകാര്യ മേധാവിയായ ഖാലിദ് മഷാലും ഖലീൽ അൽ ഹയയും തമ്മിലായിരുന്നു അവസാന റൗണ്ടിലെ പ്രധാന മത്സരം. മസ്ജിദ് അൽ ഷൂറയുടെ വോട്ടിംഗ് പ്രാധാന്യം അർഹിക്കുന്നു. ഗാസ, വെസ്റ്റ് ബാങ്ക്, ഇസ്രായേലി ജയിലുകൾ, ഖത്തറിലെയും തുർക്കിയിലെയും പ്രവാസി നേതാക്കൾ എന്നിവരടങ്ങുന്ന 50-അംഗ ഷൂറ കൗൺസിലിലെ ഭൂരിപക്ഷം വോട്ടുകൾ നേടിയാണ് ഹയ ജയിച്ചു കയറിയത്. അടുത്തത് ലീഡർഷിപ്പ് കൗൺസിൽ പിരിച്ചുവിടും. ഹയ ചുമതലയേൽക്കുന്നതോടെ താൽക്കാലികമായി ഭരണം നടത്തിയിരുന്ന 5-അംഗ സമിതി പിരിച്ചുവിടുകയും ഹമാസിന്റെ പൊളിറ്റിക്കൽ സമിതി പുനഃസംഘടിപ്പിക്കുകയും ചെയ്യും. ഇനി ആരാണ് ഈ ഖലീൽ അൽ ഹയ എന്ന് നോക്കാം. ഹമാസിന്റെ ഏറ്റവും പഴയ തലമുറയിലെ പ്രധാനികളിൽ ഒരാളാണ്. 1960-ൽ ഗാസയിലാണ് ജനനം. 1987-ൽ ഹമാസ് രൂപീകൃതമാകുന്നതിന് മുൻപ് തന്നെ ഹമാസ് സ്ഥാപകൻ ഷെയ്ഖ് മുഹമ്മദ് യാസീനുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. 2006-ലെ ഫലസ്തീൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഹമാസിന്റെ പാർലമെന്ററി വിഭാഗം തലവനായിരുന്നു. നയതന്ത്രജ്ഞനാണ്. ഈജിപ്ത്, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ വഴിയുള്ള മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസിന്റെ പ്രധാന മുഖം ഹയ ആയിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്ന വെടിനിർത്തൽ, തടവുകാരുടെ കൈമാറ്റ ചർച്ചകളിൽ സീസ്ഫയർ ടോക്സിൽ ഹമാസ് സംഘത്തെ നയിച്ചത് ഇദ്ദേഹമാണ്. ഇനി ഇസ്രായേലിന്റെ വധശ്രമങ്ങളും കുടുംബത്തിലെ നഷ്ടങ്ങളും ഒന്ന് നോക്കാം. ഇസ്രായേൽ വ്യോമസേന പലതവണ ഹയയെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2007-ൽ ഇയാളുടെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ ഭാര്യയും 3 മക്കളും കൊല്ലപ്പെട്ടു. 2014-ലും 2025 സെപ്റ്റംബറിൽ ദോഹയിൽ വെച്ച് നടന്ന ആക്രമണത്തിലും അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഖലീൽ അൽ ഹയയെ മേധാവിയാക്കിയതിലൂടെ ഹമാസ് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇറാനുമായിട്ടുള്ള ബന്ധം, അതായത് ഖാലിദ് മഷാലിനെ അപേക്ഷിച്ച് ഖലീൽ അൽ ഹയ ഇറാന്റെയും ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെയും വളരെ അടുത്ത അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഹമാസ് അച്ചുതണ്ട് കൂടുതൽ ശക്തമാകും. അടുത്തത് ആയുധം വെച്ച് കീഴടങ്ങില്ല. ട്രംപിന്റെയും ഇസ്രായേലിന്റെയും സമാധാന കരാറുകളിൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന നിബന്ധനയുണ്ട്. എന്നാൽ ഒരു ഹോക്ക്, അതായത് തീവ്ര നിലപാടുകാരനായ ഹയ വരുന്നതോടെ ആയുധം വെച്ചുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഹമാസ് തയ്യാറാവില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പ്രവർത്തനം ഖത്തറിലും തുർക്കിയിലും ഇരുന്നിട്ടാണ്. ഗസയിലെ കടുത്ത ഉപരോധവും പോരാട്ടവും കാരണം ഹയ ഖത്തർ, തുർക്കി കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുക. നിലവിൽ ഗാസയിൽ യുദ്ധം രൂക്ഷമായി തുടരുമ്പോൾ 2 ദശലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. 73,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ ഘട്ടത്തിൽ ഹമാസിനെ മുന്നോട്ട് നയിക്കുക എന്നത് ഹയയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഒരു വശത്ത് ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ, മറുവശത്ത് തകർന്നുപോയ ഗാസയുടെ പുനർനിർമ്മാണം, അടിയന്തര വെടിനിർത്തൽ ചർച്ചകൾ, ഇവയെല്ലാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.
സിൻവറിന്റെ മരണശേഷം 2 വർഷത്തോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഹമാസ് തങ്ങളുടെ പുതിയ അമരക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ്. കടുത്ത നിലപാടുകാരനായ അതേസമയം അനുഭവ സമ്പന്നനായ ഒരു നയതന്ത്രജ്ഞനായ ഖലീൽ അൽ ഹയയുടെ തിരഞ്ഞെടുപ്പ് പശ്ചിമേഷ്യൻ യുദ്ധത്തെ ഏത് ദിശയിലേക്ക് മാറ്റുമെന്ന് കണ്ടറിയണം. ഒരു നഗരത്തിന്റെ മേയർക്ക് ഒരു വിദേശ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഈ ഒരു ചോദ്യം ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റി മേയർ സോറാൻ മംദാനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ എത്തിയാൽ അറസ്റ്റ് ചെയ്യാനുള്ള നിയമസാധ്യത പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞതോടെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഉടൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി അറസ്റ്റ് നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ നിയമം എന്താണ് പറയുന്നത്? ICC അറസ്റ്റ് വാറന്റിന് അമേരിക്കയിൽ എന്ത് വിലയുണ്ട്? ഒരു മേയർക്ക് ഇത്രയും അധികാരമുണ്ടോ? പരിശോധിക്കാം. ന്യൂയോർക്ക് സിറ്റി മേയറായ സോറാൻ മംദാനി കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണ്, അദ്ദേഹം നെതർലാൻഡ്സിലെ ഹേഗിലുള്ള ICC കോടതിയിലാണ് ഉണ്ടാകേണ്ടത് എന്ന് പരസ്യമായിട്ട് പ്രസ്താവിച്ചു. ഗാസ യുദ്ധത്തിന്റെ പേരിൽ നെതന്യാഹുവിനെതിരെ ICC പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് നിലവിലുണ്ട്. മംദാനി പറയുന്നത് ഇങ്ങനെയാണ്: ലീഗൽ ഒപ്പീനിയൻ തേടുന്നു. അതായത് നെതന്യാഹു ന്യൂയോർക്കിൽ എത്തുമ്പോൾ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ നിയമപരമായ അധികാരമുണ്ടോ എന്ന് സിറ്റിയുടെ ലോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിക്കുകയാണ്. ഇനി ന്യൂയോർക്ക് സിറ്റിയിലെ നിയമങ്ങൾ അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, പുതിയ നിയമങ്ങൾ ഉണ്ടാകില്ല എന്ന് മംദാനി വ്യക്തമാക്കുന്നുണ്ട്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം മുതൽക്കേ ഇസ്രായേലിന്റെ ഗാസയിലെ നീക്കങ്ങൾക്കെതിരെ ശക്തമായി സംസാരിച്ച നേതാവാണ് സോറാൻ മംദാനി. എന്നാൽ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഏതായാലും മംദാനിയുടെ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ഇതിന് മറുപടി നൽകി കഴിഞ്ഞു. ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയിലുള്ളപ്പോൾ യാതൊരു കാരണവശാലും ഒരു തരത്തിലും അറസ്റ്റ് ചെയ്യപ്പെടില്ല. ഇതാണ് ട്രംപ് പറഞ്ഞത്. ഇതിന് കാരണമായിട്ട് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന്, ഇറാനെതിരെയുള്ള പോരാട്ടം. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ അമേരിക്കയുടെ പ്രധാന പങ്കാളിയാണ് ഇസ്രായേൽ എന്നും നെതന്യാഹു എന്നും ട്രംപ് വാദിക്കുന്നു. 2, ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് നെതന്യാഹു അല്ല, മറിച്ച് ഇറാനെ നാശത്തിലേക്ക് നയിച്ച നേതാക്കളെയാണ് എന്നാണ് ട്രംപ് തിരിച്ചടിക്കുന്നത്. ട്രംപിന്റെ സഖ്യകക്ഷികളും റിപ്പബ്ലിക്കൻ നേതാക്കളും ഈ നീക്കത്തെ വെറും പൊളിറ്റിക്കൽ തിയേറ്റർ എന്നാണ് വിശേഷിപ്പിച്ചത്. കൂടാതെ അമേരിക്ക ICCയുടെ അംഗമല്ല എന്ന കാര്യവും അവർ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതിന്റെ യഥാർത്ഥ ലീഗൽ ഫാക്ട്സ് ഒന്ന് പരിശോധിക്കാം. ഒരു സിറ്റി മേയർക്ക് വിദേശ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? വിദഗ്ധർ പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ്. അതിന് പ്രധാന കാരണങ്ങൾ ഇവയാണ്. 1, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി. സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ UN കൺവെൻഷൻ പ്രകാരം വരാനിരിക്കുന്ന വിദേശ രാജ്യ തലവന്മാർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി അഥവാ നയതന്ത്ര പരിരക്ഷ ലഭിക്കും. ഒരു ലോക്കൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് ലംഘിക്കാൻ കഴിയില്ല. 2, US ഫെഡറൽ നിയമം. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് വിദേശ നയം, ഫോറിൻ പോളിസി നിയന്ത്രിക്കുന്നത് വാഷിംഗ്ടണിലെ ഫെഡറൽ ഗവൺമെന്റ് ആണ്, അല്ലാതെ ഒരു സിറ്റി മേയർ അല്ല. ഫെഡറൽ നിയമങ്ങളെ മറികടക്കാൻ മേയർക്കോ സിറ്റി പോലീസിനോ അധികാരമില്ല. 3, US ICCയിൽ അംഗമല്ല. അമേരിക്ക ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ ഒരു അംഗരാജ്യമല്ല. അതുകൊണ്ട് തന്നെ ICCയുടെ വാറന്റുകൾ അമേരിക്കൻ മണ്ണിൽ നടപ്പിലാക്കാൻ US സർക്കാരിന് നിയമപരമായിട്ട് ബാധ്യതയില്ല. അതായത് മേയർ മംദാനി എന്തൊക്കെ ശ്രമിച്ചാലും US ഫെഡറൽ ഗവൺമെന്റിന്റെയും സീക്രട്ട് സർവീസിന്റെയും സുരക്ഷയിലുള്ള നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസിന് കഴിയില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മംദാനിയുടെ വാദങ്ങളോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ICCയുടേത് രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകളാണ് എന്നും മംദാനി സ്വന്തം സിറ്റിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. എന്നാൽ ഈ തർക്കം സെപ്റ്റംബറിലെ UN പൊതുസഭയ്ക്ക് മുൻപായിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ വിഭജനം ഉണ്ടാക്കുകയാണ്. ഒരു വശത്ത് ഇടതനുഭാവമുള്ള പുരോഗമന നേതാക്കളും മറുവശത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഫെഡറൽ ഭരണകൂടവും തമ്മിലുള്ള വലിയൊരു പോരാട്ടമായി ഇത് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയം എന്തൊക്കെ ആയാലും നിയമപരമായും പ്രായോഗികമായും ബെന്യാമിൻ നെതന്യാഹുവിനെ ന്യൂയോർക്കിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക എന്നത് നടപ്പുള്ള കാര്യമല്ല. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഗാസ യുദ്ധവും അതിനെതിരെയുള്ള പൊതുവികാരവും എത്രത്തോളം ശക്തമാണ് എന്ന ലോകത്തിന് മുന്നിൽ വീണ്ടും കാണിച്ചു കൊടുക്കുന്ന സോറാൻ മംദാനിയുടെ ഈ നീക്കത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മേയറുടെ പ്രസ്താവനയിൽ തുടങ്ങിയ ഈ വിവാദം ഇപ്പോൾ അന്താരാഷ്ട്ര നിയമവും അമേരിക്കൻ ഫെഡറൽ അധികാരവും തമ്മിലുള്ള വലിയൊരു ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. ICCയുടെ അറസ്റ്റ് വാറന്റ്, അമേരിക്കയുടെ നിയമ നിലപാട്, വിദേശ നേതാക്കൾക്കുള്ള നയതന്ത്ര പരിരക്ഷ, ഇതെല്ലാം ചേർന്നതാണ് ഈ ഒരു കേസ്. അതിനാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നെതന്യാഹുവിന്റെ അറസ്റ്റ് ഒരു രാഷ്ട്രീയ പ്രസ്താവനയേക്കാൾ ഏറെ സങ്കീർണമായ നിയമപ്രശ്നമാണ്. സെപ്റ്റംബറിൽ UN സമ്മേളനത്തിന് അദ്ദേഹം ന്യൂയോർക്കിൽ എത്തുമ്പോൾ ഈ വിവാദം വീണ്ടും ആഗോള ശ്രദ്ധ നേടുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.
വേൾഡ് കപ്പ് ഫൈനലിൽ ഒരു തോൽവി, പക്ഷെ അതിന്റെ ആഘാതം സ്റ്റേഡിയത്തിൽ മാത്രം ഒതുങ്ങിയില്ല. മൈതാനത്ത് കളിക്കാർ തമ്മിൽ സംഘർഷം പുറത്തേക്കിറങ്ങിയപ്പോൾ ബ്യൂണസ് ഐറിസിന്റെ തെരുവുകളിൽ കല്ലേറും ടിയർ ഗ്യാസും വാട്ടർ കാനണും ലോക ഫുട്ബോളിനെ ഞെട്ടിച്ച ഈ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ ഫിഫയും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അർജന്റീനയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പരിശോധിക്കാം. ആദ്യം തന്നെ ഗ്രൗണ്ടിൽ നടന്ന സംഭവങ്ങളിലേക്ക് വരാം. മത്സരത്തിന്റെ 93-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന് രണ്ടാമത്തെ യെല്ലോ കാർഡ് കണ്ടിട്ട് പുറത്തു പോകേണ്ടി വന്നിരുന്നു. അവസാന വിസിലിന് ശേഷം സംഭവിച്ചതാണ് ഇപ്പോൾ ലോക വാർത്തയായിരിക്കുന്നത്. കളി അവസാനിച്ചയുടൻ രണ്ട് ടീമുകളിലെയും ചില താരങ്ങൾ തമ്മിൽ വാക്കേറ്റം ആരംഭിച്ചു. അത് വേഗം ഒരു ഉന്തും തള്ളും പിന്നെ സംഘർഷത്തിലേക്കും മാറി. അർജന്റീന താരം ലിയാൻഡ്രോ പാരഡേസ് സ്പെയിനിന്റെ എറിക് ഗാവി എന്നിവരുമായിട്ട് ഏറ്റുമുട്ടിയതോടെ ഇരു ടീമുകളിലെയും കളിക്കാരും സപ്പോർട്ടിംഗ് സ്റ്റാഫും ഗ്രൗണ്ടിൽ പരസ്പരം തല്ലുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പരിശീലകൻ ലിയോണൽ സ്കാലോണി ഇടപെട്ടാണ് കളിക്കാരെ മാറ്റിയത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഫിഫ അച്ചടക്ക നടപടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ലിയാൻഡ്രോ പാരഡേസ്, നാഹുവൽ മൊലിന എന്നിവരടക്കമുള്ള കളിക്കാരുടെയും ചില കോച്ചിംഗ് സ്റ്റാഫിന്റെയും ക്രമസമാധാന ലംഘനത്തെക്കുറിച്ച് ഒരു എത്തിക്സ് ആൻഡ് ഡിസിപ്ലിനറി പ്രോസിക്യൂട്ടറെ നിയമിച്ചാണ് ഫിഫ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഇതിനേക്കാൾ ഭയാനകമായ സംഭവങ്ങളാണ് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലെ ഒബെലിസ്കിൽ നടന്നത്. കളി കാണാൻ 10,000-കണക്കിന് ആരാധകരാണ് അവിടെ തഴിച്ചുകൂടിയത്. തോൽവിക്ക് പിന്നാലെ അർദ്ധരാത്രിയോടെ ഒരു കൂട്ടം ആരാധകർ സുരക്ഷാ വേലികൾ തകർക്കാൻ ശ്രമിക്കുകയും പോലീസിന് നേരെ കല്ലുകളും ഗ്ലാസ് ബോട്ടിലുകളും എറിയുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് കണ്ണീർ വാതകവും വാട്ടർ പീരങ്കികളും ഉപയോഗിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 15-ലധികം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന പാതകളെല്ലാം മണിക്കൂറുകളോളം അടച്ചിടേണ്ടി വന്നു. എന്നാൽ തോൽവിയിലും തങ്ങളുടെ ടീമിന്റെ പോരാട്ട വീരത്തെ ആദരിച്ചുകൊണ്ട് അർജന്റീനയിൽ പ്രസിഡന്റ് ഹാവിയർ മിലേ രാജ്യത്ത് ഔദ്യോഗികമായിട്ട് ദേശീയ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും ഫുട്ബോളിന്റെ ഭംഗിയെ കളങ്കപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഫൈനലിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. ഗ്രൗണ്ടിലെ അച്ചടക്ക ലംഘനത്തിന് അർജന്റീനിയൻ താരങ്ങൾക്ക് എന്തൊക്കെ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കണ്ടറിയണം. യുദ്ധങ്ങളും തർക്കങ്ങളും സാമ്പത്തിക മാന്ദ്യവുമൊക്കെ ലോകത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴും നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാന ശ്രമങ്ങളിലൂടെയും ഇതിനെല്ലാം ഉടൻ തന്നെ പരിഹാരം കണ്ടെത്താനാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.